ട്രാക്ഷൻ റെഡി ആക്കിയപ്പോ സെറ്റ് ആയത് നേരെ ആദ്യമായിട്ടാണ് നമുക്ക് മനസ്സിലാകാത്ത അഡ്രസ് ഒക്കെ റെഡി ആവുന്നത് ഇങ്ങനെ അങ്ങോട്ട് കൈ താത്ത് വെച്ചപ്പോ നീ സ്വീകരിക്കുന്ന നേരെയാണ്. ഓക്കെ, ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വണ്ടി ഓടിക്കണം ഷിമയാണ്. ഷിമ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടില്ല, പണ്ടെപ്പോഴും ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് ഓടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വീഡിയോ ചെയ്യണം കേട്ടോ. നമ്മുടെ കൂടെയുള്ള ഉബിൻ, പിന്നെ എബിൻ്റെ ടെസ്റ്റ് ഏതാ? ചൊവ്വാഴ്ച ടെസ്റ്റ് ആണ്. അപ്പോൾ ഷിമ നമുക്ക് അതിലൊക്കെ ബേസിക് കാര്യങ്ങൾ പഠിച്ചില്ലേ നമ്മള്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ആൾക്കാർ കാണുന്നത് ചെയ്യാം കേട്ടോ. നമുക്ക് കേട്ടാ ക്യാമറ എടുക്കൂല്ലേ ഇങ്ങനെ? ഓക്കെ, ഫസ്റ്റിലെ തന്നെ ഫസ്റ്റ് ഗിയർ കളിച്ചു. ഫസ്റ്റ് ഗിയർ ഓക്കെ. അടുത്തത് സെക്കൻഡ് ഗിയർ കേട്ടോ. അടുത്ത തേർഡ് ഗിയർ ഓക്കെ. ഫോർത്ത് ഗിയർ ഓക്കെ. അങ്ങനെ 4 ഗിയർ ഇടാൻ പഠിച്ചു. പിന്നെ എനിക്ക് എന്താണ് ന്യൂട്രായിക്കോ ഗിയർ ന്യൂട്രായിക്കോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും വണ്ടി. ക്ലച്ച് വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം കേട്ടാ. സ്റ്റാർട്ട് ചെയ്തോ. സ്റ്റാർട്ടായ ഇല്ല. ഓക്കെ, നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാൻ പഠിച്ചാൽ നോക്കാം നമുക്ക് കേട്ടോ. ലെഫ്റ്റിലേക്ക് തിരിച്ചേ, അത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡ്. ഓക്കെ, അത് ലെഫ്റ്റിലേക്ക് തിരിക്കുക. ലെഫ്റ്റിലേക്ക് തിരിക്കണം. അപ്പോൾ ലെഫ്റ്റിലേക്ക് നോക്കണം. തിരിക്കും. സ്റ്റിയറിംഗ് നേരാക്കി നേരായാൽ എങ്ങനെ മനസ്സിലായി? രണ്ടാമത് തിരിച്ചപ്പോൾ മനസ്സിലായി അല്ലേ? സെയിം റൈറ്റിലേക്ക് തിരിച്ചേ. റൈറ്റിലേക്ക് നോക്കിട്ട് തിരിക്കട്ടെ. തിരിച്ചാ നേരേക്ക് സ്റ്റിയറിംഗ്. ഓക്കെ അല്ലേ? നമുക്കൊന്ന് ഓടിച്ചു തുടങ്ങാം. സീറ്റ് ബെൽറ്റ് കിട്ടച്ചല്ലേ? എല്ലാം ഓക്കെ അല്ലേ? അവിടെ ഫസ്റ്റ് ഗിയർ ഇട്. ഫസ്റ്റ് ഗിയറിൽ വേണ്ടി പോവാം. അവിടെ ക്ലച്ച് വേണ്ടി ഫസ്റ്റ് ഗിയർ ഇട്. ക്ലച്ച് വിടരുത്. ഇന്നത്തെ പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി ക്ലച്ച് വിടാൻ പറ്റും. ക്ലച്ച് വിടരുത്. ഇനി അവിടെ എന്ത് ലൈറ്റാണെന്നല്ല ഞങ്ങൾ അവിടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തേ. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമ്മള് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് മിറർ നോക്കിക്കൊണ്ട് ഓക്കെ അല്ലേ? കാണാൻ ബാക്ക് കാണാമല്ലോ. ഇവിടെ ഓക്കെ അല്ലേ? ഇവിടെ നോക്കി ഇവിടെ ഓക്കെ അല്ലേ? പോവാം നമുക്കെന്നാ. ഇനി വണ്ടി പോവാണെങ്കിൽ അറിയോ, ക്ലച്ചിന്റെ വെട്ടി പിടിച്ചൊക്കെ അല്ലേ? പതിയെ ക്ലച്ച് പതിയെ വളരെ പതുക്കെ പതുക്കെ വണ്ടി പോവാൻ തുടങ്ങില്ലേ? ക്ലച്ച് ഫുള്ളായിട്ട് വിട്ടു. പതുക്കെ അങ്ങോട്ട് തിരിച്ച് സ്റ്റിയറിംഗ്. കൈ വിട്ട് തിരിക്കണ്ട, കൈ പിടിച്ച് തിരിച്ചു. അത്ര തിരിക്കണ്ട. കൈയുടെ പൊസിഷനിലായിട്ട് നോക്കട്ടെ. ഇങ്ങനെ ഇവിടെ ഓടെ വരട്ടെ പൊസിഷൻ. ക്ലച്ച് ഫുള്ള് വിട്ടോട്ടാ. ദൂരെ നോക്കണം. എന്നിട്ട് പതുക്കെ ആക്സിഡന്റ് കൊടുക്കും. പതുക്കെ ഏറ്റവും സ്ലോയിൽ ആക്സിഡന്റ് കൊടുക്കും. ദൂരെ നോക്കാം. നമ്മളൊന്ന് ഓട്ടോളുടെ വണ്ടിയിൽ കൊണ്ടുപോകണം. നമ്മളെ എങ്ങോട്ട് നോക്കുന്ന വണ്ടി അങ്ങോട്ട് പോകും. വണ്ടി സ്പീഡായി സൗണ്ട് ചേഞ്ച് ആയില്ലേ വണ്ടിയുടെ? അപ്പൊ നമ്മൾ അടുത്ത ഗിയറിലേക്ക് പോകാം. നമുക്ക് കൈ ആദ്യം വരില്ലേ? ക്ലച്ച് ചവിട്ടിട്ട് ക്ലച്ച് ഫുള്ളി ഓടണം. ആക്സിഡന്റ് കാലുമാറ്റി സെക്കൻഡ് ഗിയറാണ്. അങ്ങനെയല്ല അത് ഏത് ഗിയറാ? അത് ഫോർത്ത് ഗിയറാണ്. സെക്കൻഡ്. ഓക്കെ, ക്ലച്ച് വിട്ടോ. പെട്ടെന്ന് വിട്ടോ. കൈ വിട്ട് തിരിക്കണ്ട കേട്ടാ. പതുക്കെ ആക്സിഡന്റ് കൊടുക്കും. സെക്കൻഡ് ഗിയറിലല്ലേ പോയി? സെക്കൻഡ് ഗിയർ പോയിക്കൊണ്ടിരിക്കണം. പോട്ടെ ആക്സിലേറ്റർ കൊടുക്കണം. അതൊക്കെ ആക്സിഡന്റ് കൊടുക്കും. ജസ്റ്റ് തൊട്ടാൽ മതി. അത്ര മതി. അത് കൂടുതൽ കുറച്ച് എന്തായാലും ഓടിക്കുന്നത്. കൈ മാറ്റി പിടിക്കണ്ട. കൈ പിടിച്ചോ. മതി കൊടുക്കണം. അത്ര കൊടുത്താൽ മതി. സ്പീഡ് കൂടുമ്പോ ആക്സിഡന്റ് കാല് മാറ്റിയാൽ മതി കേട്ടാ. അല്ലാതെ വണ്ടി ഓടി പോകുന്നില്ല അങ്ങനെ കേട്ടാ. അതോ പോയാലും ഞാൻ ഇവിടെ ഇരിക്കല്ലേ, ഞാൻ ചവിട്ടി നിർത്തിക്കോളാം കേട്ടാ. പോട്ടെ, അത്ര മതി. നമ്മൾ ഏറ്റവും കുറഞ്ഞ പോയിന്റ് കണ്ടുപിടിക്കണം. നമുക്ക് സ്പീഡിൽ പോകാണ്ട് നമുക്ക് ഒന്നും പഠിക്കാനില്ല. ആക്സിഡന്റ് ചവിട്ടിക്കാൻ കൊടുത്ത് ആക്സിഡന്റ് കൊടുത്ത് കുറച്ചു കൊടുത്ത് ധൈര്യം കൊടുത്തു. സ്പീഡിൽ പോയിക്കോളും.
വണ്ടിക്കുന്നത് ആക്സിഡന്റ് കാലുമായിട്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ പോണെങ്കിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഏത് ആക്സിഡന്റ് ഏറ്റവും കൂടുതൽ പോയി നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. അവിടെ ഏറ്റവും ജസ്റ്റ് ഒരു ഫെദർ ടച്ച് മാത്രം കൊടുക്കും. പതുക്കെ 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 നമ്മൾ തിരിച്ച് നേരെ കൈവിട്ട ബാലൻസ് പോട്ടെ ആക്സിഡന്റ് കൊടുത്ത് പോയിക്കും. പതുക്കെ സ്പീഡ് കൂടുതലാണ്, അത് കുറച്ചു. നമുക്ക് 20 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ മതി. ഇങ്ങോട്ട് വരട്ടെ കൈവിടാതെ തിരിച്ചാൽ നേരെ നമ്മൾ തിരിച്ചിട്ടുള്ള നേരേക്ക് വേണം നമുക്ക് തിരിക്കുക. അതാ കൈവിട്ടില്ലെങ്കിൽ നേരേക്ക് വിളിക്കണം കേട്ടാ. കൈവിട്ടേ നമുക്ക് നേരെ മനസ്സിലാവില്ല. നമുക്ക് കുറച്ചങ്ങോട്ട് തിരിയട്ടെ മതി നേരെ പിടിക്കും. ആക്സിഡന്റ് കൊടുക്കണമല്ല. ഓഫായി പോയി വണ്ടി. ക്ലച്ച് ഔട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ. താങ്കൾ തിരിക്കും. ഓക്കെ മതി ഇറക്കമാണ്. അവിടെ ക്ലച്ച് പതുക്കെ വിട്ടു. അതുകൊണ്ട് പോയിക്കോളും. അല്ലെങ്കിൽ ഫസ്റ്റ് ഇറക്കണം കേട്ടോ. നമ്മള് മുഴുവൻ വിട്ടു. അങ്ങോട്ട് തിരിക്കും. കൈ വിട്ട് തിരിക്കില്ലേ ശിവ. ക്ലച്ച് മുഴുവൻ വിട്ടു. ആക്സിഡന്റ് കൊടുക്കരുത്. ചവിട്ടരുത്. ടയർ ബ്രേക്കിന്റെ മുകളിൽ വെച്ചാൽ മതി കേട്ടാ. പതുക്കെ വന്നിട്ട് പതുക്കെ ഇറങ്ങി നമുക്ക് പോകാൻ പറ്റും. കുഴി കഴിഞ്ഞില്ല. പതുക്കെ ആക്സിഡന്റ് കൊടുക്കും. അത് ആക്സിഡന്റ് കൊടുക്കും കേട്ടോ. ആക്സിഡന്റ് കൊടുത്തു പിടിച്ചു. കുറച്ചുകൂടി നേരേക്ക് പോകും നമ്മള്. അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചോണ്ടിരിക്കരുത്. ഞങ്ങൾ കൈ കാണിക്കണം തിരിക്കാനായിക്ക്. നമ്മ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ റെഡിയാക്കിയപ്പോ സെറ്റ് ആയത്. നേരേക്ക് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാത്ത രണ്ടു സമയം റെഡിയാവും. ഇങ്ങനെ അങ്ങോട്ട് കൈ താത്ത് വെച്ചപ്പോ നീ സ്വീകരിക്കുന്ന നേരെയാണ്. ഓക്കെ നീക്കണെന്ന് പറയാണ്ട് കൊച്ചത്തിൽ പറയും. അങ്ങോട്ട് തിരിക്കും. നല്ല കേക്കുള്ളു. കുറച്ചേരെ ഇത് പിടിക്കാന്ന് പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഓടിക്കുന്ന ഇത്ര ഉണ്ടാവുള്ളു. ഇപ്പൊ ആദ്യമായിട്ട് ഓടിക്കുന്നതാണ് ശിവ. വേറെ നല്ല വീഡിയോ. ഞാൻ ഫസ്റ്റ് ക്ലാസ് നമ്മൾ വീഡിയോ എടുത്തിട്ട് കുറെ നാളെ. ലാസ്റ്റ് ഇപ്പോൾ മിനുവിന്റെ വീഡിയോ എടുത്തു തോന്നുന്നു. നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യണം. പിന്നെ ഡ്രൈവിംഗ് സംബന്ധമായ എന്ത് സംശയങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വിളിക്കണം. ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നത്. മാത്രമല്ല ടാറ്റ. വണ്ടി നിർത്താണ്ട് നമ്മുടെ ഔട്ട്ഡോറൊക്കെ നിർത്തി കാണിച്ചില്ലേ. ആദ്യമാണ് ഇൻഡിക്കേറ്റർ. ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ. കാല് ബ്രേക്കിന്റെ മുകളിൽ വെക്കണം. ചവിട്ടരുത്. ക്ലച്ച് ഫുള്ളി ഓട്ടിക്കണം. ദൂരം നോക്കണ്ട. ഞങ്ങൾ തിരിയാനേ വേണ്ടി പക്ഷെ തിരിയാനേ. ഇപ്പം നേരെയില്ലേ നേരേക്കിട്ട് ബ്രേക്ക് മതി പ്രസ് ചെയ്യും. ഓക്കെ വണ്ടി നിന്നു. ഇനി ഇറങ്ങണമെങ്കിൽ ന്യൂട്രാക്കിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്. ഇൻഡിക്കേറ്റർ ഓഫ് ആകും. ഹസാർഡ് ലൈറ്റ് ഓൺ ആകും.